വീടിന്റെ ഇന്റീരിയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഡൈനിങ് സ്പേസ്. ഇവിടെ നമ്മൾ ഡൈനിങ് ടേബിൾ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി വുഡിലാണ്. ആർട്ടിഫിഷ്യൽ മാർബിൾ വെച്ചിട്ടാണ് ഇതിന്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത്. ചെയർസ് നമ്മൾ ചെയ്തിട്ടുള്ളത് വുഡിൽ തന്നെയാണ്, പോളിഷ് ഫിനിഷിംഗിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഇതിന്റെ കളർ കോമ്പിനേഷൻ നമ്മൾ ഈ ഇന്റീരിയർ തീമിനോട് അനുയോജ്യമായ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഇതിന്റെ ലെതർ ഫിനിഷും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്, കുഷൻ ചെയ്താണ്. നമ്മുടെ ഡൈനിങ് ടേബിളിനോട് അടുത്തായിട്ടാണ് വാഷ് കാബിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബേസ് കൊടുത്തിട്ടുള്ള ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ബേസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇന്റീരിയറിനോട് ഒരു ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് ആ രീതി ചെയ്തിട്ടുള്ളത്. താഴെ നമ്മൾ ക്യാബിൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെറ്റീരിയൽസും കാര്യങ്ങളുടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാബിൻസ് കൊടുത്തിട്ടുണ്ട്. പ്ലൈവുഡും മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. വാഷ് ബാക്ക് സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ മിറർ ചെയ്തിട്ടുണ്ട്. ഒരു യൂണീക്ക് ഷേപ്പാണ് നമ്മൾ ഈ മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത്. മിററിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ അതേ ടേബിൾ ആയിട്ടുള്ള രീതിയിൽ നിഷസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ റണ്ണിങ് സ്ട്രിപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു വാം കളറാണ് റണ്ണിങ് സ്ട്രിപ്പ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളിന്റെ ടോപ്പിലായിട്ട് നമ്മൾ സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ ഫിനിഷിംഗിലുള്ള സീലിംഗ് ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ നമ്മൾ ഒരു ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടംപററി സ്റ്റൈലിനോട് അനുയോജ്യമായ രീതിയിൽ ഹാങ് ലൈറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ജിപ്സം ബോർഡിന്റെ സീലിംഗ് വർക്കിൽ നമ്മൾ വുഡൻ ഫിനിഷിംഗ് കൊടുത്തതാണ്.